ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടുള്ള വിശേഷത്തിലേക്ക് കിടക്കാം. ഇപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണെങ്കിൽ രേവതിയും സച്ചിയും കൂടെ തിരിച്ച് മൂന്നാറിൽ നിന്ന് ചന്ദ്രോദയത്തിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി എല്ലാം കുളവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സൗകര്യം കൊടുക്കുന്നില്ലേ. അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ്. അപ്പം ശരത്ത് എന്തോ പുസ്തകമൊക്കെ വെച്ച് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എക്സാം ഒക്കെ വരാൻ പോവുമല്ലേ. അപ്പൊ അവിടെ ലക്ഷ്മി വന്നു. ലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, എന്താ മോനെ നീ കിടക്കുന്നില്ലേ? എത്ര നേരമായി? സമയം എത്രയായിരുന്ന വിചാരം? 1 മണി കഴിഞ്ഞു. അത് പിന്നെ എക്സാം അല്ലേ അമ്മേ, കുറെ പഠിക്കാനൊക്കെ ഉണ്ട്. ഉറക്കൊന്നും ഒഴിയണ്ടാട്ടോ. അത് രാവിലെ എണീറ്റ് പഠിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. മുമ്പ് ഞാൻ പഠിക്കാത്തതായിരുന്നു കുറ്റം, ഇപ്പം പഠിക്കുന്നതായോ കുറ്റം? അല്ല മോനെ, പഠിക്കണം. പക്ഷെ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. രാവിലെ എണീറ്റാ മതി, അപ്പോഴാണ് നമ്മുടെ കൂടുതൽ ബ്രെയിനിൽ കയറുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഈ സമയത്ത് ശരത്ത് നമ്മുടെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് കിടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ സമയത്ത് ദേവു ആണെങ്കിലുണ്ടല്ലോ ഭയങ്കര ചാറ്റിംഗ് ആണ് കേട്ടോ. ദേവു ഭയങ്കര മെസ്സേജ് ചെയ്യാ. നമ്മുടെ ശരത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവു ഫോണും പിടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്. ആർക്കൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ശരത്ത് ചോദിച്ചു, ഉറങ്ങാറായില്ലേ ഇതുവരെ? എന്തു പറ്റി ഉറങ്ങാത്തത്? അത് പിന്നെ നീ ഉറങ്ങിയില്ലേ? ആ, ഉറങ്ങിയെങ്കിൽ ഞാനിവിടെ നിൽക്കുവോ? ഇല്ലല്ലോ. ദേ ഞാനും അമ്മയും ഉറങ്ങിയെന്ന് കരുതിയാണോ നീ ഈ കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതോ? കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? എന്താ എന്താ നീ പറയുന്നത് ശരത്തെ? അല്ല, ചാറ്റിങ് ഒരു തരം കലാപരിപാടി ആണല്ലോ. ആ, ഈ സമയത്ത് നീ ആരെയാണ് ചാറ്റ് ചെയ്യുന്നത്? ചാറ്റിങ്ങോ? ഈ സമയത്ത് ചാറ്റാൻ പാടില്ലേ? ഓ, അതത്രയ്ക്കേ നല്ലതല്ല. അത് പിന്നെ ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനോടാ ചാറ്റ് ചെയ്യുന്നത്. വീണ എന്ന് പറയുന്ന എന്റെ ഫ്രണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. പറയാനും ചാറ്റ് ചെയ്യാനൊക്കെ ഒരുപാടുണ്ടാകും, അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അല്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഞാൻ എന്ത് വിചാരിച്ചു? നീ എന്ത് വിചാരിച്ചാലും നീ ഒന്ന് പോയേ, എനിക്ക് ഉറങ്ങണം. എനിക്ക് ഉറങ്ങണം എന്നല്ല, എനിക്ക് ചാറ്റ് ചെയ്യണം എന്ന് പറ. ഇതുപോലത്തെ ശല്യമായല്ലോ ദേവു. അല്ല, ശരത്തെ മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത് എന്ന് ദേവു ഇങ്ങനെ പറയാം. അപ്പൊ ശരത്ത് വീണ്ടും നമ്മുടെ ദേവുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. ദേവുവിൻ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ശരത്ത് പറയുകയാണ്, എന്തോ പന്തികേട് ഉണ്ടല്ലോ എന്ന്. ശരത്ത് സമയത്ത് പോയി. ആ സമയം തന്നെ നമ്മുടെ ദേവു പെട്ടെന്ന് എന്ത് ചെയ്തു? ഫോൺ എടുത്ത് വീണ്ടും ചാറ്റാൻ വേണ്ടി തുടങ്ങുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെ നമ്മുടെ ബീരാനെയാണ് കേട്ടോ. അങ്ങനെ ബീരാൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. വേറൊന്നും അല്ല, ബീരാൻ ഫോണിൽ സംസാരിക്കുന്നത് ക്യാഷ് ക്യാഷ് എന്റെ അക്കൗണ്ടിൽ അയച്ചാൽ മതി. ക്യാഷ് നീ അതിൽ മാത്രമേ അയക്കാവുള്ളൂ. ജയരാജ് എന്നാണ് എന്റെ ശരിക്കുള്ള പേര്, ബീരാൻ എന്നൊന്നും അല്ല. ബീരാനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പേരല്ലേ. ഞാനത് പിന്നെ മുമ്പ് കുറച്ച് സിനിമയിലെ മുഖമൊക്കെ കാണിച്ചല്ലോ, ആ സമയത്ത് ഇട്ടതാ. ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയിലെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സീന്, അതിൽ ബീരാൻ എന്നാണ് എന്റെ പേര്. ആ പേരങ്ങ് കയറി കത്തി, അതെല്ലാവരും ശ്രദ്ധിച്ചു. അതാണ് സംഭവം. പിന്നീട് ഞാൻ അറിയപ്പെട്ടത് ബീരാൻ എന്ന പേര് തന്നെയാ. എല്ലാരും അപ്പൊ എന്നെ ബീരാൻ ബീരാൻ എന്നാണ് വിളിക്കുന്നത്. സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ഒക്കെ എന്നെ ജയരാജ് എന്ന് വിളിക്കും. നാട്ടുകാർക്കൊക്കെ ഞാൻ ഇപ്പോഴും ബീരാൻ തന്നെയാണ്, ബീരാൻ എന്നാണ് വിളിക്കുന്നത്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് ക്യാഷ് അയച്ചോന്നേ. ജയരാജ് എന്ന പേരുള്ളത് എന്റെ അക്കൗണ്ട് തന്നെയാണ്, പെട്ടെന്ന് പെട്ടെന്ന് അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബീരാൻ അവിടെ ഇരുന്നു. ബീരാൻ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അതെ, ഈ പേരിപ്പോ എനിക്ക് വലിയ പ്രശ്നമായി. അപ്പോഴത്തേക്കും ഒരാൾ ചോദിക്കുകയാണ്, അതായത് ആരാ അളിയാ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഒരു വീട്ടിലാണ് നമ്മുടെ ബീരാൻ ഇരിക്കുന്നത്. അപ്പൊ ആ പുള്ളിക്കാരനാണ് ചോദിച്ചത്. അപ്പൊ ബീരാൻ പറഞ്ഞു, ഞാനേ കുറച്ച് ഇറച്ചി കൂടുതൽ കൊടുത്തിരുന്നു. അപ്പൊ എന്റെ അക്കൗണ്ടിലെ പേര് ജയരാജ് എന്ന് കണ്ടപ്പോ പുള്ളിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിന്നേ. പുള്ളിക്കാരൻ ഓർത്തു ബീരാനല്ലേ, അപ്പൊ ജയരാജ് ആരാന്ന്. ദേ ആ കഥാപാത്രമില്ലേ, പഴയ കഥാപാത്രം, ആ കഥാപാത്രമായിട്ട് ജീവിക്കുന്ന എന്റെ ഏട്ടനാണ്. അതായത് നമ്മുടെ ബീരാന്റെ പെങ്ങളുടെ വീട്ടിലാണ് ബീരാൻ ഉള്ളത് കേട്ടോ. അപ്പം ബീനാന്റെ പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞു, അളിയന് ആ കഥാപാത്രത്തിന്റെ ബാധ കയറിയെന്ന എല്ലാരും പറയുന്നത്. വന്ന് വന്ന് എല്ലാവരും എന്റെ ജയരാജ് എന്നുള്ള പേരങ്ങ് മറന്നു പെങ്ങളെ. അളിയ, എല്ലാവർക്കും ഞാനിപ്പം ബീരാനാ. ഓ, ഒരു പേരിൽ എന്തിരിക്കുന്നു? പേരെന്തായാലും എന്താ, നല്ല മനുഷ്യനാവുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ലത്. എന്റെ ഏട്ടൻ നല്ല മനുഷ്യൻ തന്നെയാ, നല്ല മനസ്സിനുടമയുള്ള നല്ല മനുഷ്യൻ. എന്റെ പൊന്നു പെങ്ങളെ, എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ. ഞാനൊന്ന് ജീവിച്ച് പൊക്കോട്ടെ. ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി ഞാനേ ചിലപ്പോ അങ്ങ് പോയി മേളിൽ കയറും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെയാണ്. സച്ചി രേവതിയും കൂടെ വന്നേക്കാണ് കേട്ടോ ചന്ദ്രോദയത്ത്. മൂന്നാർ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി മോഹമൊക്കെ വീർപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ.
ദേഷ്യം വന്നിട്ടുണ്ടല്ലോ നമ്മുടെ രേവതി ഡിക്കിയൊക്കെ തുറന്ന് ബാഗൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സച്ചി വന്നിട്ട്, രേവതി പ്ലീസ് രേവതി, നീ അവിടെ നടന്ന സംഭവം ഒന്നും അച്ഛനോട് പറയല്ലോ കേട്ടോ. ദേവി ഇത് ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ മാറിക്ക, ഞാൻ ഇതൊക്കെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി തന്നെ പെട്ടിയൊക്കെ എടുത്തോണ്ട് പോവാണ്. രേവതിനെ കണ്ടറിയാം സച്ചി രേവതിക്ക് തമ്മിൽ എന്തോ വഴക്കിട്ടിട്ട് വന്നതാണെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാവും. എന്നാൽ ഈ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര നീ അത് ആരാണെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പതിയെ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോ നിൽക്കുന്ന രേവതിയും സച്ചിയും. അപ്പോഴത്തേക്കും ഞെട്ടിപ്പോയിട്ടോ. ചന്ദ്ര നിങ്ങളോ, ഇതെന്താ നിങ്ങൾ പെട്ടെന്ന്? അത് പിന്നെ പെട്ടെന്ന് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങ് മാറി, ഞങ്ങൾ അകത്ത് കയറി പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്നിട്ട് നോക്കി. അപ്പൊ സച്ചി ചോദിച്ചു, അല്ല എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല നിങ്ങൾ 3-4 ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? അതെ, അവിടെ അത്രയ്ക്ക് കാണാനൊന്നും ഇല്ലെന്നേ. അപ്പം വേറെ ദൂരെ എവിടെയെങ്കിലും പോവാറുന്നില്ലേ? അത് പിന്നെ അച്ഛാ, അത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ എനിക്ക് ഒരു വലിയ ഓർഡർ കിട്ടി, അമ്മ മാത്രം വിചാരിച്ചാൽ അത് സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല അച്ഛാ, അതുകൊണ്ടാ ഞാൻ നേരത്തെ വന്നത്. അത് കൊള്ളാം. അല്ല യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിനെ ഒന്ന് നോക്കി കേട്ടോ. ഈ സമയം സച്ചി പറഞ്ഞു, സൂപ്പറായിരുന്നു, ഞങ്ങൾ അടിച്ചു പൊളിച്ചു അല്ല രേവതി? അടിച്ചു പൊളിച്ചു എന്ന്. അപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് എന്തോ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലൊക്കെ വിചാരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും ഇറങ്ങി വന്നു കേട്ടോ. ശ്രുതി ഇറങ്ങി വന്ന് ഇവരെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ യാത്ര കഴിഞ്ഞിട്ട് വന്നല്ലേ, വർത്താനം പറഞ്ഞു നിൽക്കണ്ട, നിങ്ങൾ ചെല്ല് റെസ്റ്റ് എടുക്കാൻ നോക്കാന്. അപ്പോഴത്തേക്ക് അവരങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇതേ ഞാൻ പറഞ്ഞ പോലെ രവിയേട്ട സന്തോഷത്തോടെ പോയി സങ്കടത്തോടെ തിരിച്ചു വന്നു. അത് തന്നെയാ. അവര് രണ്ടുപേരും നല്ല സന്തോഷത്തോടെയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. എന്ത് സന്തോഷം, രേവതിയുടെ മുഖം കണ്ടില്ലേ, കടന്നല് കുത്തി പോലെ വീർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു, ആ അത് ശരിയാ അങ്കിളെ, ആന്റി പറഞ്ഞത് കറക്റ്റാ, എന്തോ പന്തി ഏഴുണ്ട്. വേറൊന്നും അല്ല മോളെ, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കാണും കുടിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ തല്ലി തെറ്റി, അതാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അവർ ഇവിടുന്ന് പോയ പോലെ തന്നെയാണ് തിരിച്ചു വന്നത്, നിങ്ങളായിട്ട് ഇവിടെ കിടന്ന് കഥയൊന്നും ഉണ്ടാക്കണ്ട, നടക്ക എങ്ങനെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രൻ അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്രയും ശ്രുതിയും കൂടെ ഗൂഢാലോചന, എന്തോ ഉണ്ട്, അവര് രണ്ടുപേരും തമ്മിൽ തല്ലിയിട്ട് തന്നെയാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെ ഇനി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മൾ ശ്രുതി ചോദിച്ചു, അല്ല എന്താ ആന്റി ആലോചിക്കുന്നത്? നിനക്കിപ്പോ ടൂറിന് പോകാൻ പറ്റാത്തതിന്റെ പിണക്കവും വിഷമൊക്കെ മാറിയില്ലെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങ് അകത്തേക്ക് കയറി പോയി കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര വീണ്ടും ഇങ്ങനെ ആലോചിക്കുക എന്തോ ഉണ്ടെന്ന്. എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി പെട്ടിയൊക്കെ തുറന്ന് തുണിയൊക്കെ വലിച്ചെറിയുകയാണ് കേട്ടോ കാലി വന്നിട്ട്. എന്നിട്ട് നമ്മുടെ രേവതി പറയും, എന്തോരം ഡ്രസ്സ് എടുത്ത് വെച്ചത്, എന്തൊക്കെയായിരുന്നു. അപ്പൊ സച്ചി, ആ എന്തൊക്കെ പറഞ്ഞാലും വീടെത്തുമ്പോ ഒരു ആശ്വാസം അല്ലെ. ഇതൊരു നല്ല യാത്രയായിരുന്നു അല്ലെ രേവതി, ഇനി പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ലേ? ഇനി നമുക്ക് വേറെ സ്ഥലത്ത് പോകാം, ഒരു 6 മാസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. ഓ എന്റെ പൊന്ന് സച്ചേട്ടാ, ഒന്ന് ക്ഷമിക്കുന്നോട്. ഇനി ഞാൻ എങ്ങോട്ടും വരുന്നില്ല. 6 മാസം എന്നല്ല, 6 വർഷം കഴിഞ്ഞാലും ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ആഹാ, എന്താ ഞാൻ ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പൊക്കോണം എന്നാണോ പറയുന്നത് നീ? അതാണോ ഈ പറഞ്ഞു വരുന്നത്? നീ എന്താ ഈ മൗനം പാലിക്കുന്നത്? എന്താ രേവതി നിന്റെ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, അങ്ങ് മാറി നിൽക്കാനാ പറഞ്ഞത് സച്ചേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, രേവതി നീ അവിടെ നിന്നേ, അത് പിന്നെ സച്ചേട്ടാ അവിടെ നിന്ന് നടന്നതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുവേ. അയ്യോ വേണ്ട 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 വേണ്ട, നീ ഒന്നും പറയുമൊന്നും വേണ്ട, അച്ഛനോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ. അതെന്തേ അച്ഛനോട് പറഞ്ഞാല്? പറയണ്ടേ അച്ഛനോട്? ഓ ദേ, പറയാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ എന്തിന് അച്ഛനോട് പറയാതിരിക്കണം? പൊന്നുമോന്റെ കായിക പരിപാടിയൊക്കെ അച്ഛനും കൂടി ഒന്ന് അറിയട്ടെ. അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ഞാനേ അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞു അച്ഛാന്ന് പറഞ്ഞ് വിളിക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ട്, അയ്യോ രേവതി പറയല്ലേ എന്ന് പറഞ്ഞ് പുറകെ ഓടി ചെല്ല. രവീന്ദ്രനാണെങ്കിൽ വെളിയിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നു, ഓടുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഓടി ചെന്നിട്ട്, അച്ഛ എനിക്കൊരു കാര്യം പറയാനുള്ളത്. അപ്പൊ സച്ചി പുറകെ ഓടി വന്നിട്ട്, അത് പിന്നെ അച്ഛ രാവിലെ എവിടെ പോവാ? അത് പിന്നെ ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നതല്ലേ. ഓഹോ, 2 ദിവസം മാറി നിന്നപ്പോ എല്ലാം മറന്നു പോയോടാ സച്ചി. അത് ശരിയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അത് പിന്നെ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി, എനിക്ക് ആദ്യ കാര്യം പറയാനുള്ളത്, അത് പിന്നെ അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു, ഗുഹ താഴേക്ക സ്ഥലം കാണാൻ വന്നവനെ ആ ഗുഹയ്ക്ക് അകത്തേക്ക് വീണു. അകത്തേക്ക് വീണെന്നോ? പിന്നെ അവന്റെ കൂട്ടുകാരൊക്കെ ചേർന്ന് അതിസാഹസികമായി രക്ഷപ്പെടുത്തി. ആ രംഗം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. ഏ ഇത് ഏതൊരു സിനിമയിലുണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു, സിനിമയിലുണ്ടായിരുന്നു. സിനിമയൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല രേവതി മോളെ, നീ എന്തോ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് എന്താ പറയാത്തത്? അത് പിന്നെ അച്ഛ,
അവക്ക് ഒന്നും പറയാനില്ല. ഇത് തന്നെ അവള് പറയാമെന്ന്. അതേ രേവതി, അച്ഛനെന്ന് മോർണിംഗ് വാക്കിന് പോയിട്ട് വരുമ്പോ നീ ചായ കൊടുക്കത്തല്ലേ, എടുത്തെടുത്തേ പോയി ചായ എടുത്തേ, നീ പോകുക വേഗം അടുക്കള പോയി ഒരു ചായ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു രേവതിനെ ഓടിച്ചു വിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, ഗുഹയിൽ വീണ പയ്യന് എന്തെങ്കിലും പറ്റിയോടാ? അത് ആ സിനിമേനെ പോലെ തന്നെ. സിനിമേനെ പോലെയോ? അല്ലല്ലല്ല, സുഖമായിട്ടിരിക്കുന്നെന്നാ പറഞ്ഞത്. അപ്പൊ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു, ആവു രക്ഷപ്പെട്ടു, എന്റെ ദൈവമേ, ഇപ്പം രേവതി ചതിച്ചേനെ എന്നെ, എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ തന്ത എന്നെ കൊന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു, മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിനകത്ത് കയറി തേരാപ്പാര നടക്കുക കേട്ടോ. എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ നമ്മുടെ രേവതിയുടെ വായിന്ന് വീഴുവോ, രേവതിയുടെ പിണക്ക് എങ്ങനെ മാറ്റും എന്നൊക്കെ ഓർത്തിട്ടാന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി വന്നു കേട്ടോ. രേവതിയുടെ മുഖത്തിൽ ചെറിയ ചിരിയൊക്കെ ഉണ്ട്. ഇതിൽ രേവതി വന്നു, നമ്മുടെ സച്ചിനെ നോക്കി. സച്ചിയാണെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഏതായാലും റൂമിലേക്ക് നമ്മുടെ രേവതി കയറി വന്ന് സച്ചിയുടെ അടുത്ത് തന്നെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. സച്ചിയുടെ അടുത്ത് തന്നെ വന്നിരുന്നിട്ട്, എന്ത് പറ്റി, എന്തേ, പേടിച്ചു പോയോ? പേടിക്കും, പേടിപ്പിക്കും. അതെ, ഞാനത് അച്ഛനോട് പറയുന്നോർത്ത് പേടിച്ചു പോയല്ലേ. എന്ത് പേടിക്കാന്, ഇതൊക്കെ ഒരു പേടിയാണോ? ഇതൊക്കെ പേടി തന്നെ സച്ചേട്ടാ. അത് പിന്നെ സച്ചേട്ടാ, സച്ചേട്ടനിങ് വന്നേ, ഞാനൊരു കാര്യം പറയാം, ഇവിടെ വാ. മറക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, അത് സത്യമായ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഉള്ളിലെ ഒരു ഭയമുണ്ട്. ആ ഭയം എവിടെയും പോയിട്ടില്ല സച്ചേട്ടാ. അതിന്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് നാളത്തേക്കെങ്കിലും അത് ഈ മനസ്സിൽ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. ഞാന് ഒരു സാധാ പെണ്ണല്ലേ സച്ചേട്ടാ. അത് സച്ചേട്ടൻ എന്താ മനസ്സിലാക്കാത്തത്? മുമ്പില് നടന്നതൊക്കെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അല്ലേ. അത് പിന്നെ രേവതിയും നീ ഭയന്നു, എനിക്കറിയാം. അതാ നിന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്. ഒരുപക്ഷെ വാശിക്ക് നിന്നെ മോശമായിട്ട് കണ്ടപ്പം ഒന്നും ചിന്തിക്കാതെ ഞാൻ എടുത്തു ചാടിപ്പോയി, എന്തൊക്കെയോ ചെയ്തു പോയി. അത് എൻ്റെ ഒരു ആവേശമോ എന്താ പറയാ, എന്തോ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഞാൻ തനിച്ചാണെങ്കിൽ പോട്ടെ പുല്ല് എന്ന് ഞാൻ വെക്കും. പക്ഷെ നീയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് നിന്നെയും കൂടെ ഉൾപ്പെടുത്തിയല്ലേ അവന്മാർ ഓരോന്ന് പറഞ്ഞത്. അത് പിന്നെ മറക്ക് സച്ചേട്ടാ, മറക്ക്. ഞാൻ വിളിക്കുന്ന ഭഗവാനെ നമ്മളെ കൈവിട്ടില്ലല്ലോ. ആ ശക്തിയാ നമ്മളിപ്പം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി നമ്മൾ ഇവിടെ എത്തിച്ചത്. അത് പിന്നെ രേവതി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാട്ടോ. ഇനി ഒരിക്കലും ഞാൻ എടുത്തു ചടിയൊന്നും ചെയ്യത്തില്ല. നീ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ തന്നെ കൊണ്ട് നടക്കുന്ന, നിനക്ക് അത് പോരെ എന്ന് ചോദിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് പുറത്തേക്ക് അങ്ങ് പോയിട്ടോ. രേവതി ഒന്നും പറയുന്നില്ല. രേവതി മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ദേവുവിനെയാണ് കേട്ടോ. അപ്പം ദേവു ജോലി സ്ഥലത്ത് ദേവുവിന്റെ കൂടെയുള്ള സ്റ്റാഫിന് ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു കേട്ടോ. ദാ ചോക്ലേറ്റ് കഴിക്കുക എന്നൊക്കെ പറയാണ്. അപ്പൊ അത് മേടിച്ചിട്ട് ആ കൂട്ടുകാർ പറഞ്ഞു, ഇന്നേ വരെ ഒരു മിഠായി പോലും നീ എനിക്ക് മേടിച്ചു തന്നിട്ടില്ല, ഇതെന്താ പറ്റിയത് നിനക്ക്? അത് പിന്നെ ഒരു വിശേഷമുണ്ട്. ഇന്ന് വരനേട്ടൻ ഇവിടത്തെ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക. ഓഹോ, അപ്പം നിങ്ങൾക്ക് ഇനി എന്നും കാണാമല്ലോ. നിന്നെ എന്നും കാണാൻ വേണ്ടി അങ്ങേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ചു വന്നാണോ? അങ്ങനെയും വേണമെങ്കിൽ പറയാം. കൊള്ളാം കൊള്ളാം. ദേ, നിന്റെ അരുണേട്ടൻ ആള് കൊള്ളാലോ. അല്ല, ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുത്തോ നീ? എല്ലാവർക്കും കൊടുക്കാനോ? എന്നിട്ട് വേണം ഇത് നാട്ടിൽ പാട്ടാകാനായിട്ട്. ദേ, വീട്ടിലെങ്ങാനും അറിഞ്ഞാലേ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാ മതി. നിനക്ക് മാത്ര ഞാൻ ചോക്ലേറ്റ് തന്നത്. ഇപ്പം ഞങ്ങളുടെ ബന്ധം അറിയുന്ന ഒരേ ഒരാള് നീയല്ലേ. കല്യാണം പെട്ടെന്ന് ഉണ്ടാവൂടി. അത് കല്യാണം, അതിനെക്കുറിച്ച് ഞാനിപ്പോ ആലോചിച്ചിട്ടൊന്നുമില്ല. കുറച്ചു നാള് ഞങ്ങൾ ഇങ്ങനെ പ്രേമിച്ച് നടക്കട്ടെ, അതിനുശേഷം ആലോചിക്കാലോ. അത് പിന്നെ കൂടുതൽ ടൈം എടുത്താല് കല്യാണത്തിന് മുമ്പുണ്ടല്ലോ രണ്ടുപേരും അടിച്ച് പിരിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്ന നല്ലത്. ഞാൻ അങ്ങനെ അടിച്ചു പിരിയത്തൊന്നുമില്ല. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അരുണേട്ടനെ മാത്രമായിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അദ്ദേഹത്തെ. അദ്ദേഹത്തിന് എന്നെയും ഭയങ്കര ഇഷ്ടാ. സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കുന്നേക്കാൾ കൂടുതൽ സന്തോഷം വേറെ ഇല്ല. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കാനാ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന്. അതായത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ഏതോ ഒരു ഫയലോ എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെ തപ്പിത്തറഞ്ഞ് നടക്കുകയാണ്. എന്തോ ഫയലൊക്കെ തപ്പുന്നുണ്ട്. എന്തോ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഒരു ലെറ്റർ പോലത്തെ ഒരു കവറിനകത്തിട്ട് എന്തോ കിട്ടുകയാണ് കേട്ടോ. അതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ എന്തോ ആരോടോ ഫോണിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി വരുന്നത്. ശ്രുതി ആ ഒരു ലെറ്റർ കൈ പിടിച്ചോണ്ടാട്ടോ വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ സുധി ചോദിച്ചു, നീ എന്താ കണ്ടിട്ടില്ലാത്ത പോലെ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഓ, സച്ചിൻ രേവതിയും ടൂർ പോയിട്ട് തിരിച്ചു വന്നു, നമുക്കാണെങ്കിൽ പോകാനും പറ്റിയില്ല.
അതിന്റെ ദേഷ്യം നിന്റെ മുഖത്ത് നിന്ന് ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ആ, സുധിയുടെ അമ്മയുടെ ഇല്ലാത്ത വയറുവേദനയ്ക്ക് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു സ്പെഷ്യൽ ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നല്ലോ. അതോടുകൂടി എന്റെ ദേഷ്യം അങ്ങ് മാറി. അല്ല, ഇനിയിപ്പം ഇവിടെ എന്താ പ്രശ്നം? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ദേ ഇതെന്താ ഇത്? അപ്പോഴത്തേക്കും ഇതെന്താന്നോ? അത് പിന്നെ നീ വായിച്ചു കാണൂലോ എന്താന്ന്. ദേ സുധി GST അടച്ചില്ലല്ലേ? ഇല്ല, അടച്ചില്ല. അടയ്ക്കാത്തത് കൊണ്ടാ നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ കാര്യം എന്താ എന്നോട് പറയാത്തത്? അത് പിന്നെ നിന്നോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്താ കാര്യം? എന്റെ പൊന്നു സുധി, ഇങ്ങനെ പോയാലേ ഷോറൂം അവരെ അടച്ചു പൂട്ടും. അടച്ചു പൂട്ടട്ടെ, അതിനിപ്പോ ഷോറൂം എന്റെ അല്ലല്ലോ, അച്ഛന്റെ അല്ലേ. ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സുധി. ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പ്രവർത്തിക്കല്ലേ. നമ്മൾ ആ കട ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ആ കട നമ്മൾ തന്നെയാ നടത്താൻ പോകുന്നത്. അത് പിന്നെ അച്ഛന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കണം, GST അടയ്ക്കണം. ഇതിനൊക്കെയുള്ള ക്യാഷ് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? ഞാൻ വിചാരിച്ചാലോ ഒന്നും കൂട്ടിയാ കൂടത്തില്ല. ആ വിശ്വനാഥനെ കണ്ടുപിടിച്ച് 30 ലക്ഷം രൂപ തിരിച്ചു മേടിക്കണം. അതേ ഒരു വഴിയുള്ളൂ. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുന്നത്? അതിന് സച്ചി വിചാരിച്ചാൽ ചിലപ്പോ നടന്നേനെ. അതിനിടയ്ക്ക് കയറി നീ അന്വേഷിക്കണ്ട, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ സച്ചി അന്വേഷിക്കില്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത്? അവൻ പഠിച്ച കള്ളനെ അങ്ങനെ പെട്ടെന്നൊന്നും അവനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അച്ഛന് ക്യാഷ് കൊടുക്കണം, GST അടയ്ക്കണം. അതിന് ഇനിയിപ്പം ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. എന്ത് വഴിയാ? അത് പിന്നെ നിന്റെ അച്ഛനോട് കുറച്ച് ക്യാഷ് അയച്ചു തരാൻ പറ. എന്തിനും ഏതിനും എന്റെ അച്ഛൻ. അയ്യോ, അത് പിന്നെ അയ്യോ ശ്രുതി, ഞാൻ മറന്നുപോയി, നിന്റെ അച്ഛൻ മരിച്ചു പോയല്ലോ അല്ലെ? ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ഇനിയിപ്പോ അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അല്ലെങ്കിൽ തന്നെ എപ്പോഴാ പ്രയോജനം ഉണ്ടായിട്ടുള്ളത്? ആ ദേ ശ്രുതി, നീ എങ്ങനെയെങ്കിലും ക്യാഷ് സംഘടിപ്പിച്ച് ഈ GST അടയ്ക്കാൻ നോക്ക്. അച്ഛനുള്ള ക്യാഷ് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും കൊടുക്കാം. അല്ല ശ്രുതി അവിടെ നിൽക്കുക. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, അമ്മയുടെ മോൻ തന്നെ എങ്ങനെയെങ്കിലും എന്നെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്നൊക്കെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ അരുൺ ഉണ്ടല്ലോ, അരുൺ ചാർജ് എടുത്തിരിക്കുകയാണ് ആ ഏരിയയിൽ. അപ്പം അരുൺ ഇങ്ങനെ പോലീസ് ജീപ്പിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ സച്ചി നിപ്പുണ്ടായിരുന്നു. സച്ചിനെ തന്നെ തറപ്പിച്ചാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. അരുൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവുവിന്റെ കാമുകനാണ് കേട്ടോ. അവിടെ ഇപ്പം ചാർജ് എടുത്തല്ലോ. ഈ ഒരു സമയത്ത് കോൺസ്റ്റബിൾ വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അരുൺ പറയാണ് വണ്ടി എടുക്കാൻ വരട്ടെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് നേരെ വന്നപ്പോഴത്തേക്കും എന്താ സാറെന്താ ഇങ്ങനെ എന്നെ നോക്കുന്നത്? ദേ ആ ബോർഡ് ഒന്ന് വായിച്ചേ. ആ ബോർഡ്, അയ്യോ ഇവിടെ നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നു, ഞാൻ കണ്ടില്ല സാറേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചേ വണ്ടി ഓടിക്കാവുള്ളൂ. അതിനല്ലേ 2 കണ്ണ് തന്നിരിക്കുന്നത്. അത് പിന്നെ ഞാനൊരു ട്രിപ്പ് വന്നതാ, ആള് ഇവിടെ ഇറക്കി അവര് മരുന്ന് മേടിക്കാൻ പോയതാ. ഞാന് ബോർഡ് കണ്ടില്ല. ജീവൻ രക്ഷിക്കാൻ മരുന്ന് മേടിക്കാൻ പോയതൊന്നും അല്ലല്ലോ ആരും. അല്ല, താൻ എന്തിനാ മരുന്ന് മേടിക്കാൻ പോയത്? അത് പിന്നെ ജലദോഷത്തിനുള്ള മരുന്ന് മേടിക്കാൻ പോയതാ. അവർക്ക് മരുന്ന് മേടിക്കാൻ പോയതല്ല. ഞാനും എന്റെ വൈഫും ടൂറിന് പോയപ്പോഴത്തേക്കും എന്താ എന്റെ ഭാര്യയ്ക്കും എനിക്കും കുറച്ച് ജലദോഷമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ ടൂറിന് പോയ കഥയൊന്നും പറയണ്ട, നീ ആദ്യം ട്രാഫിക് റൂൾസ് ഒക്കെ പഠിക്കുക, എന്നിട്ട് നീ വണ്ടി ഓടിച്ചാൽ മതി. അത് പിന്നെ സാറേ, എനിക്ക് ട്രാഫിക് റൂൾസ് ഒക്കെ അറിയാം, ഞാൻ എത്ര വർഷമായിട്ട് വളയം പിടിക്കുന്നതാ. ട്രാഫിക് റൂൾസ് ഒക്കെ പാലിച്ച് തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഇതൊരു അബദ്ധം പറ്റിയതാ, ഞാൻ സോറി പറഞ്ഞല്ലോ സാറേ. ആർക്ക് വേണോടാ നിന്റെ സോറി? ഒരു സോറി. റൂൾസ് അറിയാമെങ്കിൽ നീ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യത്തില്ലായിരുന്നു, ബോർഡ് ശ്രദ്ധിക്കും. ഇതിപ്പം എന്തെങ്കിലും നിനക്കറിയാമോ? നിന്നെ പോലെയുള്ളവരെ നിയമം പഠിപ്പിക്കാനാണ് ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. സാർ എന്നെ കൂടുതൽ നിയമം പഠിപ്പിക്കുമെന്ന് വേണ്ട. എനിക്കൊരു തെറ്റ് പറ്റി, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ ഫൈൻ അടച്ചോളാം. ഫൈൻ എഴുതിക്കോ. നിന്റെ അച്ഛന്റെ പേരെന്നാ? അത് എന്റെ അച്ഛന്റെ പേര് എന്തിനാ ഇപ്പം സാറ് അറിയുന്നത്? അല്ല, നിന്റെ അച്ഛന്റെ പേര് ആദ്യം പറ. അത് പിന്നെ രവീന്ദ്രൻ. അല്ല, ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ, അതായത് നിന്റെ അച്ഛന്റെ തറവാട്ട് വകയാണോടാ ഈ റോഡെന്ന്? ദൈവമേ, സച്ചി സഹിക്കുവോ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞാൽ? ഏതായാലും മിക്കവാറും ഇപ്പം തന്നെ ഒരെണ്ണം കിട്ടും നമ്മുടെ പോലീസുകാരനുണ്ട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇപ്പൊ കാത്തിരിക്കുക അടുത്ത വിശേഷത്തിലായിട്ട്. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.